നമ്മൾ കഴുകി വെച്ച അരി കേട്ടോ. ഇതിലേക്ക് നമ്മൾ കറക്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് വെറും 1.5 ഗ്ലാസ് അരിയാണ്. അതായത് ഞങ്ങൾ ഇതിനു മുമ്പ് മേടിച്ച അരിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന അരി എടുത്ത് ചുമ്മാ ഒരു തട്ടിക്കൂട്ടി ഒരു നെയ്ച്ചോറ് പോലെ ആക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബേ ലീവ്സും ഈ പട്ടയില്ലേ അതും കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ,
കുറച്ച് കുരുമുളക്. കുരുമുളക് ഇത് ആയി കഴിയുമ്പോൾ ആ റൈസ് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ഒരു ഇതാട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ കട്ടിങ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 2 തക്കാളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഉള്ളി. ഇത്ര കേട്ടോ. ഇത് കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മളിത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നു കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്തേക്കാം. ഇനി നമ്മുടെ ഇഞ്ചി. എനിക്ക് ഓണിയൻ കട്ട് ചെയ്തപ്പം ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കണ്ണെല്ലാം വെയ്യാൻ തോന്നുന്നു.
നമ്മുടെ വെളുത്തുള്ളി. നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി ഭയങ്കര ചെറുതാണ്. അപ്പം അതിൻ്റെ തൊലി കളയാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് എനിക്ക്. പക്ഷെ നമ്മുടെ ഇവിടെ വലിയ വെളുത്തുള്ളി കേട്ടോ, അത് ഈസിയാണ് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് ആണല്ലോ. ഇത് കൂടുതലായിട്ട് അങ്ങനെ ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ കട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ ഒരുമിച്ചാണ് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതെല്ലാം എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇത് തട്ടുക. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് മസാലയും കൂടി ഇട്ടേച്ചിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ മസാല ഏതൊക്കെയാണെന്ന് കാണിച്ച്. അപ്പോൾ നമ്മുടെ അരിയിലേക്ക് 2 സ്പൂൺ ഗീ ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ കുറച്ച് സോൾട്ടും. നമ്മൾ കട്ട് ചെയ്ത് വെച്ച അതിലേക്ക് നമ്മൾ നല്ല കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഈ മല്ലിച്ചപ്പിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്ത് കളയാം കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇതിൻ്റെ കൂടെ ഏതൊക്കെയാണ് മസാലപ്പൊടി ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ആദ്യം തന്നെ പറയാം, ഇതൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. നെയ്ച്ചോറിൻ്റെ നമ്മൾ ഓൾറെഡി ഇട്ടത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന മസാലകളാണ്. ഇത് ചിക്കൻ കറിക്കുള്ളതാണ് ഞാൻ പറഞ്ഞു. ഇതിൽ ഇത്രയും മസാലയുടെ ആവശ്യമുണ്ടോ എന്ന് നോക്കണ്ട, കാരണം കുറച്ച് മസാല, അതായത് കുറച്ച് ഗ്രേവി ഞങ്ങൾക്ക് അധികം ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളിത് ഇത്രയും ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്
ഞാനിപ്പോൾ പറയാം കേട്ടോ. ഒരു സ്പൂണുള്ളത് നല്ലതാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഫസ്റ്റോ എങ്ങനെയാണല്ലോ എല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് 2 സ്പൂൺ നിങ്ങളുടെ കണക്കിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും. ഞാൻ ഓരോന്ന് ഇടുന്നതിൻ്റെ കൂടെ ഏതൊക്കെയാണെന്ന് കറക്റ്റ് പറയാം കേട്ടോ, മസാലകൾ ചേർക്കുന്നത്. കാരണം ഇത് വെച്ച് കാണിക്കുമ്പോൾ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല, മനസ്സിലാവത്തില്ല. സോ നമ്മൾ മുളക് പൊടി ഇട്ടു, അതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. മല്ലിപ്പൊടി, പിന്നെ ഇത് പെപ്പറാണ്, പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ പെരുംജീരകം, ചിക്കൻ മസാല, ഈ കാണുന്നത് നമ്മുടെ മാഗി ക്യൂബ്സ് ആട്ടോ. മാഗി ക്യൂബ്സ് ഉള്ളതുകൊണ്ട് മാഗി ക്യൂബ്സിൽ ഓൾറെഡി തന്നെ നമ്മുടെ സോൾട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇപ്പം സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം അരഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നോക്കും, പിന്നെ ഉപ്പ് അത്യാവശ്യത്തിനുണ്ടോ ഇല്ലയോ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓണിയനും ടൊമാറ്റോ എല്ലാം ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് അധികം വെള്ളം വരും. പക്ഷേ എന്നിരുന്നപ്പോൾ ഒരു കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെക്കാം. അതും കൂടി ആക്കിയതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഓൾറെഡി എടുത്തു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ആദ്യം ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. അത്യാവശ്യം അരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചേക്കാം. ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചിക്കനിൽ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് 2 വിസിലിന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബേ ലീവ്സ് കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല എല്ലാം ആക്കി വെച്ചിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട്. 2 വിസിലാണ് മാക്സിമം വേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിനിടയിൽ നമുക്ക് ഈ ഡിഷെല്ലാം ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ആരുണ്ട്? എനിക്ക് ഡിഷ് വാഷ് ചെയ്യണം. അപ്പോൾ ഹന്ന മോള് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം നനക്കി, അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് താഴെ വെക്കോ. ഉണക്കി നമുക്ക് കുത്തി വിടും. അങ്ങാടി നമ്മൾ രണ്ടുപേരും കൂടി ഡിഷ് വാഷ് ചെയ്യുക അല്ലേ? നമ്മൾ വാഷ് ചെയ്യുന്നതെല്ലാം ചെയ്ത് വെച്ചോ. നമ്മൾ വാഷിംഗ് ഒന്നും നോക്കില്ല.
പാഴാക്കി കളയരുത്. അന്ന ഒരു സ്പൂണും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ടൈം ആവും. അതിന്റെ വെച്ചേക്കും. ഇവിടെ കുറച്ച് ഇച്ചിച്ച് ലെമൺ ഉണ്ടാക്കിയോ? ഇച്ചിച്ച് ലെമൺ. അത് നീ പോളാട്ടോ. നീ മോൾ പരീക്ഷയായിട്ട് തോന്നുന്നു. നീ മോളുടെ പരീക്ഷ എന്താ? സ്കൂളിൽ എന്നാ ചെയ്തേ? കളർ ചേഞ്ചിങ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ടർമറിക് പൗഡർ എടുക്കും. എന്നിട്ട് അത് വാട്ടർ ഇടുക. എന്നിട്ട് യെല്ലോ കളർ വാട്ടർ ആകുമ്പോൾ നമ്മൾ പിന്നെ ഡിറ്റർജൻറ്റ്, ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഓർ പൗഡർ ഡിറ്റർജൻറ്റ് ഇടുക. എന്നിട്ട് അത് റെഡ് കളർ ആകുമ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് ഇടുക. അപ്പോൾ അത് it will turn back into yellow again. Okay, അപ്പോൾ ഫസ്റ്റ് വിസിൽ വേണ്ടിയിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളൊന്നുകൂടി ഈ എക്സ്പെരിമെൻ്റ് വീഡിയോ എടുത്തിട്ടുണ്ടോ? വലിയ ഫോൺ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു എങ്ങനെയാണ് ഇതിലിപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. ഹന്നയ്ക്ക് ഉള്ള ഇഷ്ടമാണോ അത് വെള്ളത്തിൽ കളിക്കാറുള്ളത്? ഓണസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹന്നയ്ക്ക് ഇതിൽ എന്താണ് ഇഷ്ടം? ഇത് കളിക്കാനാ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വാഷിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹന്നമോളെ കാണുന്നില്ല. ഹന്നമോൾ എത്തി നോക്കും കേട്ടോ. ഹന്നമോളെ കാണാൻ വേണ്ടി ഈ പാത്രം ഒന്ന് മാറ്റും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ചൂടാണ്. വാഷിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ വിസിൽ വരാൻ പോവാണ്. രണ്ടാമത്തെ വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ വിസിലും വന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഓൾറെഡി നമ്മൾ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ വ്ളോഗ്, നമ്മുടെ തട്ടിക്കൂട്ടിയുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇത് ഞാൻ ഇന്ന് ഹന്നമോൾക്ക് ഉണ്ടാക്കി കൊടുത്ത പാൻ കേക്ക് ആട്ടോ. There's more. And here there is pancake. And then here there is pancake. This one is a clear one so that you can easily see it.